എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 5-ാമത്തെ സർഗത്തിൽ 19 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ആ 23-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 5-ാമത്തെ സർഗം അവസാനിക്കുകയാണ്. 23-ാമത്തെ ശ്ലോകം ഒഴികെ ബാക്കി എല്ലാ ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തവും 23-ാമത്തേതിൽ വംശസ്ഥം വൃത്തമായിട്ടാണ് തോന്നണത്. ആദ്യത്തെ വരിയിൽ ചില അക്ഷരങ്ങളുടെ കുറവുണ്ടെങ്കിലും ബാക്കിയൊക്കെ വംശസ്ഥം വൃത്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്. വായിച്ചാൽ അങ്ങനെയാണ് തോന്നുക. മഹാന്മാരായിട്ടുള്ള കവികളെ ചോദ്യം ചെയ്യാൻ നമ്മളൊന്നും ആൾക്കാരല്ല, എങ്കിലും വംശസ്ഥം എന്ന് പറയാം തൽക്കാലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അയോധ്യയെ പറ്റിയിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം 19-ാമത്തെ ശ്ലോകം നോക്കാം. വിമാനമിവ സിദ്ധാനാം തപസാധിഗതം ദിവി സുനിവേശിതവേശ്മാന്താം നരോത്തമസമാവൃതാം. തപസ ദിവി അധിഗതം സിദ്ധാനാം വിമാനം ഇവ. വലിയ വലിയ സിദ്ധന്മാരെ മഹർഷിമാരൊക്കെ തപസ് ചെയ്തിട്ട് ആകാശമാർഗത്തിൽ അവർക്ക് താമസിക്കാനുള്ള ചില സ്ഥാനങ്ങൾ കണ്ടെത്തും. നമ്മൾ കേട്ടിട്ടുണ്ട് ത്രിശങ്കു സ്വർഗത്തിലേക്ക് പോയ കഥ. അവസാനം സ്വർഗത്തിലെത്താൻ പറ്റാതെ ത്രിശങ്കുവിന് മാത്രമായിട്ടൊരു സ്വർഗം പണിതു കൊടുത്തു എന്നുള്ളൊരു കഥയുണ്ട്. അതുപോലെ ധ്രുവൻ എന്ന് പറഞ്ഞ രാജാവ് ധ്രുവന് വേണ്ടിയിട്ടൊരു ധ്രുവ പദമുണ്ടാക്കിയതായിട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഭൂമിയിലൊന്നും ഇത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള പ്രദേശങ്ങൾ കാണാൻ പറ്റില്ല. ഭൂമിയെ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ കുറവുകൾ, ദോഷങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അയോധ്യയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് സിദ്ധന്മാർ തപസ് ചെയ്ത് നേടിയെടുത്തതായ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശം പോലെ, ആകാശമാർഗത്തിൽ തങ്ങി നിൽക്കുന്നതായ ഒരു പ്രദേശം പോലെയാണ് അയോധ്യ കാണപ്പെട്ടത്. അതാണ് തപസ് ചെയ്തിട്ട് ദിവി സ്വർഗത്തിൽ തന്നെ അധിഗതം നേടിയെടുത്തതായ. ആർക്കാണ് നേടിയെടുക്കാൻ പറ്റിയത്? സിദ്ധന്മാർക്ക്. അധിഗതം സിദ്ധാനാം വിമാനം ഇവ. സിദ്ധന്മാർ ആകാശമാർഗത്തിൽ നേടിയെടുത്തതായ വലിയൊരു പ്രദേശം പോലെ, വലിയൊരു സുന്ദരമായിട്ടുള്ളൊരു പ്രദേശം പോലെ. വിമാനം എന്ന് പറഞ്ഞാൽ പടുത്തുയർത്തിയതായിട്ടുള്ള ഒരു നഗരം പോലെ, കൊട്ടാരക്കെട്ടുകൾ പോലെ ആയിരുന്നു അയോധ്യ ശോഭിച്ചത്. മാത്രമല്ല സുനിവേശിത വേശ്മാന്താം. ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ ശ്ലോകങ്ങളിലെ അർത്ഥമൊക്കെ തന്നെയാണുള്ളത്. വളരെ കൃത്യതയോടുകൂടി പണിതുയർത്തിയ വേശ്മങ്ങള ഗൃഹങ്ങളോട് കൂടിയത്. അതായത് അവിടെ കുത്തിത്തിരക്കിയൊന്നും പെരകൾ വെച്ചിട്ടില്ല. അടുത്തടുത്ത് വീടുകളുണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു കൃത്യത ഉണ്ടായിരുന്നു. അതാണ് സുനിവേശിത വേശ്മാന്താം. ധാരാളം വേശ്മങ്ങൾ, ധാരാളം കെട്ടിടങ്ങൾ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി പണിതു വച്ചിരിക്കുന്നതായ അങ്ങനെയുള്ള അയോധ്യ. നരോത്തമ സമാവൃതം. അതുപോലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജനങ്ങളാൽ താമസിക്കപ്പെടുന്നതായ. അവിടെയൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഗുണഗണങ്ങൾ ഉണ്ടാവണം. സാധാരണക്കാരെ പോലെയുള്ളവർക്കൊന്നും അയോധ്യയിൽ താമസിക്കാൻ പറ്റില്ല. അവിടുത്തെ ജീവിത രീതിയും സമ്പ്രദായവും സംസ്കാരവും ഒക്കെ വ്യത്യാസമുണ്ട്. വനങ്ങളിൽ താമസിക്കുന്ന പോലെയല്ല ഗ്രാമങ്ങളിൽ താമസിക്കുന്നത് പോലെയല്ല നഗരങ്ങളിൽ. അപ്പോൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ധാരാളം ധനസമ്പന്നന്മാർ, സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ള ജനങ്ങളാൽ നിറഞ്ഞതുമായിട്ടുള്ള അയോധ്യാപുരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. യേ ച ബാണൈർന്ന വിദ്യന്തി വിവിക്തമപരാപരം ശബ്ദവേദ്യം ച വിതതം ലഘുഹസ്താ വിശാരദ. അവിടെ പരസ്പരം ആൾക്കാർ അടികൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യമായിരുന്നു. ആർക്കും ആരോട് വലിയ പരിഭവങ്ങളോ വാശികളോ വ്യക്തി വൈരാഗ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ആക്രമിക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവം അതും ഉണ്ടായിരുന്നില്ല. അതാണ് യേച്ച. അവിടുത്തെ അയോധ്യാനഗരത്തിലെ നിവാസികൾ എന്ത് ചെയ്തിരുന്നില്ല? വിവിക്തം അപരാപരം ന വിദ്യന്തി ച. വിവിക്തം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരായിട്ടുള്ള ജനങ്ങളെ, അപരാപരം ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്ന ജനങ്ങൾ, അവരെ നേരിട്ടോ അല്ലെങ്കിൽ മറഞ്ഞു നിന്നുകൊണ്ടോ ബാണൈഹീന വിദ്യന്തി ച, ബാണങ്ങളാൽ ആക്രമിക്കുകയില്ലായിരുന്നു. അതായത് ജനങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും അവിടെ സുരക്ഷിതരായിരുന്നു. ആരും ആരെയും ആക്രമിക്കാനായിട്ടോ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ വസ്തുവകകൾ എടുത്തുകൊണ്ട് പോകാനോ കള്ളന്മാരൊന്നും ഉത്സാഹിച്ചിരുന്നില്ല. കള്ളന്മാരുണ്ടായിരുന്നില്ല, ആക്രമണകാരികൾ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. മാത്രമല്ല ശബ്ദവേദ്യം ച വിതതം ലഘുഹസ്താ വിശാരദാഹ. ശബ്ദവേദ്യന്മാർ, ശബ്ദം കൊണ്ട്
മുറിവേൽപ്പിക്കാൻ പറ്റുന്നവരെയാണ് ശബ്ദവേദ്യന്മാർ. ശബ്ദവേദി ബാണം എന്ന് പറഞ്ഞിട്ടൊരു ബാണമുണ്ട്. അതാണ് ദശരഥൻ ശ്രാവണകുമാരൻ്റെ നേർക്ക് പ്രയോഗിച്ചത്. ആളെ കണ്ടിട്ടല്ല, ശബ്ദം കേട്ടിട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഒരു ബാലകൻ്റെ നേർക്ക് അസ്ത്രമെയ്തുല്ലോ ദശരഥൻ. ആ പ്രയോഗത്തിനെയാണ് ആളെ കാണാതെ ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന പ്രദേശത്തേക്ക് അസ്ത്രമെയ്യുന്നതിനെയാണ് ശബ്ദവേദം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. ശബ്ദവേദ്യം, ശബ്ദം കൊണ്ട് മുറിവേൽപ്പിക്കാവുന്ന, ആക്രമിക്കപ്പെടാവുന്നതായ ആൾക്കാരുണ്ട് എന്നറിഞ്ഞാൽ പോലും ആരും കയ്യിൽ ആയുധങ്ങൾ എടുക്കുകയില്ലായിരുന്നു, ആയുധം നേരിട്ട് പ്രയോഗിക്കില്ലായിരുന്നു. അതാണ് അവർ ലഘുഹസ്താഹ, കൈകൾ വെറുതെ ഒഴിഞ്ഞ കൈകളായിട്ട്, ലഘുഹസ്തങ്ങളായിട്ട്, കൈകളിൽ പ്രത്യേകിച്ച് ഒരു ആയുധവും എടുക്കാതെ അങ്ങനെയുള്ള ആൾക്കാർ താമസിച്ചിരുന്നതായ പ്രദേശമായിരുന്നു അത്. ഇങ്ങനെ എടുത്ത് പറയേണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സമ്പദ് സമൃദ്ധന്മാരായിട്ടുള്ള, ധനാഢ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആക്രമിക്കാനുള്ളൊരു തോന്നൽ, ഒരു ടെൻഡൻസി ഉണ്ടാവും. അവരുടെ സ്വത്തൊക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നുള്ള തോന്നലൊക്കെ ഉള്ള കാലമാണ് കലികാലം. പക്ഷേ ഇത് ത്രേതായുഗമാണ്, കാലം കുറേ മുമ്പെയാണ്. അവിടെ സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാർ വെറുതെ ആരും ആരെയും ആക്രമിക്കാറില്ല, ഒറ്റയ്ക്ക് പോകുന്നവരെ ആരും ആക്രമിക്കാറില്ല, അതുപോലെ നേരിട്ട് ആക്രമിക്കാറില്ല, ശബ്ദം കേട്ട് എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ട് പൊതുവെ ആക്രമിക്കാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദശരഥൻ ഒരു ബാലകനെ ശബ്ദവേദം ഉപയോഗിച്ച് ആക്രമിക്കുന്നത്. അത് വലിയ തെറ്റാവും ചെയ്തു. സാധാരണഗതിയിൽ ഈ അയോധ്യയിൽ അങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ദശരഥൻ അത് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് വലിയൊരു അപരാധമായി തീരുന്നത്. മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് അസ്ത്രമെയ്ത് വധിക്കുകയും ചെയ്തത്. അതൊക്കെ പിന്നെ പറയും, ഇവിടെ അതൊന്നും പറയണില്ലെങ്കിലും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ പൊതുവെ പണ്ഡിതന്മാരായിരുന്നു, വിശാരദന്മാരായിരുന്നു എന്നർത്ഥം. നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. സിംഹവ്യാഘ്രവരാഹാണാം മത്താനാം നദതാം വനേ ഹന്താരോ നിശിതൈ ശസ്ത്രൈർബലാദ് ബാഹുബലൈരവി. ഇനി ഇതൊന്നും പോരാതെ നഗരത്തിൽ ആരും ആരെയും ആക്രമിച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കാട്ടിലൊക്കെ പോയിട്ട് വേട്ട നടത്തുകയും മൃഗങ്ങളെയൊക്കെ നായാടി പിടിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അതാണ് ഇവിടെ പറയണത്. സിംഹവ്യാഘ്രവരാഹാണാം മത്താനാം നദതാം വനേ. വനേ, കാട്ടിൽ ഉന്മത്തന്മാരായിട്ട് അഹങ്കാരികളായിട്ട് നടക്കുന്നവരായ സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ, കടുവകൾ, പുലികൾ, വരാഹങ്ങൾ എന്ന് പറഞ്ഞാൽ പന്നികൾ, ഇവയെയൊക്കെ തന്നെ കാട്ടിൽ വനേനദതാം, കാട്ടിൽ ഒച്ചയിട്ട് നടക്കുന്നവരായിട്ടുള്ള ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നിശിതൈഹി ശസ്ത്രൈഹി ബാഹുബലൈഹി അഭി ബലാദ് ഹന്താരഹ വിശാരദാഹ. ഇവർ കാട്ടിൽ പോയിട്ട് അവരെയൊക്കെ ആക്രമിക്കുമായിരുന്നു. എങ്ങനെയൊക്കെ? നിശിതൈഹി ശസ്ത്രൈഹി, തങ്ങളുടെ കയ്യിലുള്ളതായ മൂർച്ചയേറിയ വാളുകൊണ്ടോ അസ്ത്രം കൊണ്ടോ ഗദ കൊണ്ടോ ഒക്കെ അടിച്ച് അല്ലെങ്കിൽ അസ്ത്രം പ്രയോഗിച്ചൊക്കെ അവയെ വധിക്കുമായിരുന്നു. അത് കാട്ടിൽ പോയിട്ടാണ് പതിവ്, നാട്ടിലാരെയും ഒന്നും ചെയ്യാറില്ല. അവരെയൊക്കെ നിശിതൈഹി ശസ്ത്രൈഹി ഹന്താരഹ, അസ്ത്രം പ്രയോഗിച്ചിട്ട് ആയുധം ഉപയോഗിച്ചും വധിക്കുമായിരുന്നു. ചില സമയത്ത് അങ്ങനെയല്ല, കൈകൊണ്ടാണ്, ബലം പിടിച്ചിട്ടായാലും അവരെ വധിക്കുമായിരുന്നു. അതാണ് ബാഹുബലൈരവി. ബാഹു എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ശക്തി കൊണ്ടും ചിലപ്പോൾ ചില മൃഗങ്ങളെയൊക്കെ വധിക്കാറുണ്ട്. അടിക്കുകയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മൃഗങ്ങളെ പിടിക്കണം എന്ന് വിചാരിച്ച് പോണവർ അത് ചെയ്യുക ചെയ്യുമല്ലോ. അതിന് പ്രത്യേകിച്ച് ആയുധങ്ങൾ കയ്യിലില്ല എങ്കിലും കൈകൊണ്ട് തന്നെ അവയെ വധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അന്നാട്ടിലെ ജനങ്ങളൊക്കെ ചെയ്തിരുന്നു എങ്കിൽ പോലും അവർ നാട്ടിൻപുറത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അയോധ്യാപുരിയിലായിരിക്കുമ്പോൾ ജനങ്ങളെ ഒന്നും വെറുതെ ആക്രമിക്കുകയില്ലായിരുന്നു. നായാടുന്നത് അവയുടെ മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മോഹം കൊണ്ടാണ്. അല്ലെങ്കിൽ അത് വിറ്റ് പൈസ ഉണ്ടാക്കുക, ധനമുണ്ടാക്കുക, അത് ആരെങ്കിലും വാങ്ങിക്കുന്നു, അത് ഭക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാട്ടിൽ പോയിട്ടൊക്കെ ധാരാളം ചെയ്യാറുണ്ട്. നാട്ടിൽ ആരും ഉപദ്രവിച്ചിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ 22ാമത്തെ ശ്ലോകം നോക്കാം. താദൃശാനാം സഹസ്രൈസ്താമഭിപൂർണാം മഹാരഥൈഃ പുരീമാവാസയാമാസ രാജാ ദശരഥസ്തദാ. താദൃശാനാം, ഇപ്പം മുകളിൽ പറഞ്ഞതായിട്ടുള്ള പലതരത്തിലുള്ള കഴിവുകൾ, ആയുധപ്രയോഗത്തിൽ മിടുക്കുള്ളവർ, കയ്യൂക്കുള്ളവർ, ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ കഴിയുന്നവർ, മൃഗങ്ങളെ തന്നെ കൈകൊണ്ട് അടിച്ച് ഒതുക്കാൻ പറ്റുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള അഭ്യാസികൾ ഉണ്ടായിരുന്നു ആ രാജ്യത്തിൽ. അതാണ് പറയണത്. താദൃശാനാം സഹസ്രൈഹി, ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് മഹാരഥൈഹി അഭിപൂർണാം,
മഹാരഥന്മാരാൽ മിടുക്കന്മാരായിട്ടുള്ള ജനങ്ങളാൽ പൂർണ്ണമായിരിക്കുന്നതായ താം അയോധ്യാം, ആ അയോധ്യയിൽ ആരായിരുന്നു രാജാവായിട്ടുണ്ടായിരുന്നത്? തഥാ, ഞാനിപ്പോൾ, അതായത് ഈ രണ്ട് ബാലകന്മാരും പറയാണ്, അവർ കഥ പറയാൻ തുടങ്ങുമ്പോൾ, തഥാ രാജാ ദശരഥ പുരീം ആവാസയാമാസ, താം പുരീം, അങ്ങനെയുള്ള ആ അയോധ്യാനഗരിയിലായിരുന്നു രാജാവ് ദശരഥൻ വാണിരുന്നത്. അപ്പോൾ ഇവരിനി പറയാൻ പോകുന്ന കഥയുടെ ആരംഭം ദശരഥൻ മുതൽക്കുള്ളതാണ്. അതിൽ മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദശരഥൻ്റെ മുതൽക്കുള്ള കഥയെ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കേമന്മാരായിട്ടുള്ള പ്രജകളോടുകൂടിയ നല്ല ബലിഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരോടുകൂടിയതായ ആ അയോധ്യാനഗരിയെ വാണത്, ആ അയോധ്യാനഗരിയുടെ രാജാവായിട്ട് ദശരഥൻ വാണു എന്നർത്ഥം. നമുക്ക് 23-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. താമഗ്നിമദ്ഭിർഗുണവദ്ഭിരാവൃതാം ദ്വിജോത്തമൈർവേദഷഡംഗപാരകൈ സഹസ്രതൈ സത്യരഥൈർമഹാത്മഭിർമഹർഷികൽപ്പൈർ കേവലൈ. ഇവിടെ ധാരാളം അഗ്നിഹോത്രികൾ ഉണ്ടായിരുന്നു. അതാണ് താം, ആ അയോധ്യാനഗരിയെ അഗ്നിമദ്ഭി ഗുണവദ്ഭി ആവൃതാം, അഗ്നി സൂക്ഷിക്കുന്നവരായിട്ടുള്ള യജമാനന്മാർ, അഗ്നിഹോത്രം എന്ന് പറഞ്ഞ് യാഗം ചെയ്തിട്ടുള്ളവർ അഗ്നിഹോത്രികൾ. അങ്ങനെയുള്ള വളരെ ഗുണമുള്ളവരായ, ലോകത്തിന് വേണ്ടിയിട്ട് സർവ്വജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് യാഗം ചെയ്യുന്നത്. തന്നിഷ്ടത്തിന് വേണ്ടി മാത്രമല്ല, സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ആരും യാഗം ചെയ്തിരുന്നത്. അങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള അഗ്നിഹോത്രികളാൽ സമ്പന്നയായിട്ടുള്ള അയോധ്യാനഗരി മാത്രമല്ല, അവിടെയുള്ള ദ്വിജോത്തമന്മാർ ബ്രാഹ്മണരെങ്ങനെയുള്ളവരായിരുന്നു? വേദഷഡംഗപാരകൈഹി, 4 വേദങ്ങൾ 6 വേദാംഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അങ്ങേക്കര കണ്ടവർ, മറുകര കണ്ടവർ, അത് മുഴുവനും പഠിച്ചെടുത്തവരായിട്ടുള്ള ബ്രാഹ്മണരോടുകൂടിയവളായിട്ടുള്ള അങ്ങനെയുള്ളതായ ആ അയോധ്യ. കഴിഞ്ഞിട്ടില്ല, പിന്നെയും പറയാണ്, സഹസ്രതൈഹി സത്യരഥൈഹി മഹാത്മഭി, സഹസ്രധന്മാർ, ഒന്ന് ചോദിച്ചാൽ 1000 കൊടുക്കുന്നവർ, അതാണ് സഹസ്രധന്മാർ. ഇതാന്നാണ് സഹസ്രത അല്ല, സഹസ്രധന്മാർ. സത്യരഥന്മാർ, സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരായിട്ടുള്ള മഹാത്മാക്കളാലൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ളതായ അയോധ്യാനഗരി. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ ആരെ പോലെയായിരുന്നു? മഹർഷികൽപ്പൈഹി ഋഷിഭിശ്ച കേവലൈഹി, വലിയ വലിയ തപസ് ചെയ്ത ഋഷിമാരെ പോലെ തന്നെ ഇരിക്കുന്നവരായിട്ടുള്ള ബ്രാഹ്മണരാൽ നിറഞ്ഞിരിക്കുന്നവളായിട്ടുള്ള ആ നഗരത്തിൻ്റെ, ആ അയോധ്യാപുരിയുടെ രാജാവായിരുന്നു ദശരഥൻ എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. എന്നിട്ട് ആ ദശരഥൻ്റെ കഥ, അയോധ്യയെ പറ്റിയിട്ടൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ, അടുത്ത സർഗത്തിൽ നമുക്ക് കാണാം. ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വിമാനമിവ സിദ്ധാനാം തപസാധിഗതം ദിവി സുനിവേശിതവേശ്മാന്താം നരോത്തമസമാവൃതാം യേ ച ബാണൈർന വിദ്യന്തി വിവിക്തമപരാപരം ശബ്ദവേദ്യം ച വിതതം ലഘുഹസ്താ വിശാരദാ സിംഹവ്യാഘ്രവരാഹാണാം മത്താനാം നദതാം വനേ ഹന്താരോ നിശിതൈശസ്ത്രൈർബലാദ് ബാഹുബലൈരപി താദൃശാനാം സഹസ്രൈസ്താമഭിപൂർണാം മഹാരഥൈഃ പുരീമാവാസയാമാസ രാജാ ദശരഥസ്തദാ താമഗ്നിമദ്ഭിർഗുണവദ്ഭിരാവൃതാം ദ്വിജോത്തമൈർവേദഷഡംഗപാരകൈഃ സഹസ്രതൈഃ സത്യരഥൈർമഹാത്മഭിഃ മഹർഷികൽപ്പൈർഋഷിഭിശ്ച കേവലൈഃ. അങ്ങനെ സുന്ദരമായിട്ടുള്ള, സുന്ദരിയായിട്ടുള്ളൊരു നഗരമായിരുന്നു അയോധ്യ. അയോധ്യയെ ദശരഥൻ വേണ്ടതുപോലെ പരിപാലിച്ചു എന്നർത്ഥം. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.